ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. പക്ഷേ ചാരുന്നത് ആരും അടുപ്പിക്കാൻ മടിക്കുന്ന മനുഷ്യ മാലിന്യത്തിലാണെങ്കിലോ? അത്തരമൊരു ഹ്യൂമൻ വേസ്റ്റിനെ SUCIയുടെ നേതൃത്വത്തിലുള്ള സമരമുന്നണി വാരി പുണരുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. എന്ത് ചുമക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരവരാ. പക്ഷേ കേരള രാഷ്ട്രീയം അകറ്റി നിർത്തുന്ന, എന്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും അകറ്റി നിർത്തുന്ന ഈ മാലിന്യത്തിന് സാമൂഹിക സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പണി അല്പം നാറിയതായി പോയി എന്ന് പറയാതെ വയ്യ. സ്വന്തം കുഞ്ഞിനെ ഗർഭചിത്രം ചെയ്തിട്ട് ആ കുഞ്ഞിന്റെ അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടം എന്ന മനുഷ്യ മാലിന്യത്തെ അകറ്റി നിർത്തേണ്ടത് സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിന്റെ ആവശ്യമാണ്. എല്ലാ തെറ്റും ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഹൂ കെയേഴ്സ് എന്ന മാധ്യമങ്ങളോട് വിളിച്ചുകൂവിയ അതേ മനോനിലയുള്ളവർക്ക് മാത്രമേ ഈ മാലിന്യത്തെ ചുമക്കാനാവൂ. ഈ അവസരത്തിൽ സതീശൻ ചുമക്കാൻ മടിക്കുന്ന മാലിന്യത്തെ ആലിംഗനം ചെയ്യുന്ന SUCI സമരക്കാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാതെ പറ്റില്ല. നമ്പർ 1, കേന്ദ്ര സ്കീമിന്റെ ഭാഗമായ ആശമാരെ തൊഴിലാളികളായെങ്കിലും അംഗീകരിക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്നതിന്റെ പകുതി ഇൻസെന്റീവും ഓണറേറിയവുമെങ്കിലും നൽകാൻ സമരപന്തലിലെ സ്ഥിരം സന്ദർശകരായ സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ആവശ്യപ്പെടാത്തത്? മറക്കരുത്, ഇന്ത്യയിൽ തന്നെ ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാന സർക്കാരാണ് നമ്മുടേത്. എന്നിട്ടും കേന്ദ്രത്തോട് ഒരു ആവശ്യം ഉന്നയിക്കാതെ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കാൻ മാത്രം നടത്തുന്ന ഈ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രം SUCI ആണെങ്കിലും ആളും അർത്ഥവും നൽകി ഇതിനെ ഇത്രയും നാൾ ഓടിച്ചത് BJP മുതൽ ബലാത്സംഗ വീരന്മാർ വരെ ഉൾപ്പെടുന്ന മാഫിയ ആയിരുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചതിന് സമരസമിതിക്ക് നന്ദി.